Assistant Professor in Commerce, Kerala PSC syllabus module wise analysis ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓൾറെഡി 4 ഇമ്പോർട്ടൻറ്റ് മൊഡ്യൂൾസ് ഫിനിഷ് ചെയ്തു. നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ള 5th മൊഡ്യൂൾ ആയിട്ടുള്ള അഡ്വാൻസ്ഡ് കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് ആണ്. ആ പേര് പറയുന്ന പോലെ തന്നെ അത്രത്തോളം ഡീറ്റെയിൽഡ് ആയിട്ടാണ് സിലബസ് തന്നിട്ടുള്ളത്. കോസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മെറ്റീരിയൽ ലേബർ ഓറൻഡ് ഒക്കെ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു. ദെൻ ഡീറ്റെയിൽ വേർഷൻ പ്രോസസ് കോസ്റ്റിംഗിലോട്ടും സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗിലൊക്കെ പോകുന്നുണ്ട്. ദെൻ അത് മാത്രമല്ല മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിലൊക്കെ വരുന്ന സമയത്ത് മാർജിൻ കോസ്റ്റിംഗ് അല്ലെങ്കിൽ ട്രാൻസ്ഫർ പ്രൈസിങ്, ദെൻ തന്നിട്ടുള്ളത് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നിക്സ് എങ്ങനെ അപ്ലൈ ചെയ്യാം ഓർഗനൈസേഷനിൽ, ലേറ്റസ്റ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു സിലബസ് ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് പ്രിഫർ ചെയ്യുമ്പോൾ നിങ്ങൾ സാധാരണ ഇപ്പോൾ എംകോമിനൊക്കെ ഫോളോ ചെയ്തിട്ടുള്ള ടെക്സ്റ്റ് ബുക്സ് പ്രിഫർ ചെയ്യുന്നതിന് പകരം നമ്മുടെ സിലബസ് പ്രോപ്പർ ആയിട്ട് കവർ ചെയ്യണമെങ്കിൽ അത്രത്തോളം നല്ല ടെക്സ്റ്റ് ബുക്ക് ഫോളോ ചെയ്യണം. അതർവൈസ് നമ്മുടെ സിലബസ് പ്രോപ്പർ ആയിട്ട് കവർ ചെയ്യാൻ പറ്റില്ല. നമ്മൾ കാണുമ്പോൾ എന്താണ് അഡ്വാൻസ്ഡ് കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് കവർ ചെയ്തെന്ന് വിചാരിക്കും, പക്ഷേ അത്രത്തോളം ഡീറ്റെയിൽഡ് ആയിട്ടുള്ളതുകൊണ്ട് തന്നെ നല്ല ടെക്സ്റ്റ് ബുക്ക് പ്രിഫർ ചെയ്യുക. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്താണ് ബെസ്റ്റ് സജസ്റ്റഡ് ബുക്സ്, സ്ട്രാറ്റജി, ഗുഡ് സ്റ്റഡി പ്ലാൻ, അങ്ങനെ എല്ലാ ഡീറ്റെയിൽസിലോട്ടും 1 by 1 ആയിട്ട് പോവാം. So this is Kiran CS. Once again, welcome back to KCS classes. മൊഡ്യൂൾ വൈസ് അനാലിസിസിലോട്ട് പോകുന്നതിനേക്കാൾ മുമ്പ് മൊഡ്യൂളിന്റെ ഒരു പെക്യുലാരിറ്റിയെ പറ്റി പറയുകയാണെങ്കിൽ ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് കാൽക്കുലേറ്റർ ഇല്ല. സോ നിങ്ങൾ പ്രോബ്ലംസ് കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ ലെങ്തി പ്രോബ്ലംസ് ഒഴിവാക്കുക. കൺസെപ്റ്റ് പ്രോപ്പർ ആയിട്ട് ഫോളോ ചെയ്ത് ടൈം ലിമിറ്റിനുള്ളിൽ നമുക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് പ്രോബ്ലംസ് ആയിരിക്കും വരാം. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു സിലബസിൽ നിന്ന് തന്നിട്ടുള്ള മൊഡ്യൂൾ വൈസ് ഡീറ്റെയിൽസ് നോക്കുമ്പോൾ ഇതിൽ നിന്ന് എങ്ങനെ പോയാലും ക്വസ്റ്റ്യൻസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ബിക്കോസ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ഉണ്ട്, ഫോർമുലയാണ്. ദെൻ മാർജിൻ കോസ്റ്റിംഗ് ഉണ്ട്, അതിന്റെ ആപ്ലിക്കേഷൻസ് ഉണ്ട്, ട്രാൻസ്ഫർ പ്രൈസിംഗ് ഉണ്ട്. സോ ഇങ്ങനെ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് നമുക്ക് ഇൻ ടൈമിൽ ഫിനിഷ് ചെയ്യാൻ പറ്റുന്ന കുറെ ഏരിയ ഈ മൊഡ്യൂളിൽ കവർ ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഏരിയാസ് ഒക്കെ നന്നായിട്ട് ഫിനിഷ് ചെയ്യണം, കോൺസെൻട്രേറ്റ് ചെയ്യണം. ഓക്കെ, ആരും സ്കിപ്പ് ചെയ്യരുത്. പ്രോപ്പർ ആയിട്ടുള്ളൊരു പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു സമയത്ത് എല്ലാ ഫോമിലൊക്കെ മനസ്സിൽ നിൽക്കുള്ളൂ. പ്രാക്ടീസ് നന്നായിട്ട് ചെയ്യണം എന്നുള്ളതാണ്. സോ നമുക്കിനി നെക്സ്റ്റ് എൻറ്റയർ ഡീറ്റെയിൽസ് ഓഫ് 5th മൊഡ്യൂളിലോട്ട് പോവാം. 5th മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ മെറ്റീരിയൽ, ലേബർ, ഓവർഹെഡ്, ഈ ഒരു ഡീറ്റെയിൽസ് ഒക്കെ വെച്ചിട്ടാണ് നമ്മുടെ 5th മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ദെൻ അതിനുശേഷം മാർജിനൽ കോസ്റ്റിംഗിലോട്ട് വരുന്നു. ദെൻ റോൾ ഓഫ് മാർജിനൽ കോസ്റ്റിംഗ് ഇൻ ഡിസിഷൻ മേക്കിംഗ്. നമ്മുടെ എംകോമിൽ ഏറ്റവും കൂടുതൽ കവർ ചെയ്യുന്ന ഒരു സിലബസ് ആണ് മാർജിനൽ കോസ്റ്റിംഗിന്റെ ഡിസിഷൻ മേക്കിംഗ്, ആപ്ലിക്കേഷൻ കാര്യങ്ങളൊക്കെ. ദെൻ ഫിക്സേഷൻ ഓഫ് സെല്ലിംഗ് പ്രൈസ്, ദെൻ ആക്സെപ്റ്റിംഗ് അഡീഷണൽ ഓർഡേഴ്സ്, എവറിത്തിങ് റിലേറ്റഡ് വിത്ത് മാർജിനൽ കോസ്റ്റിംഗ് ആപ്ലിക്കേഷൻ ആണ്. മേക്ക് ഓർ ബൈ ഡിസിഷൻ, കീ ഫാക്ടർ അനാലിസിസ്, ഓൺ ഓർ ലീസ് ഡിസിഷൻസ് എടുക്കേണ്ട കാര്യങ്ങളൊക്കെയാണ് പിന്നെ കവർ ചെയ്തിട്ടുള്ളത്. സെൽ ഓർ ഫെർദർ പ്രോസസ്, വീണ്ടും പറയണം, എവറിത്തിങ് റിലേറ്റഡ് വിത്ത് മാർജിനൽ കോസ്റ്റിംഗ് നന്നായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ക്ലോസിംഗ് ഡൗൺ ഓർ സസ്പെൻഡിങ് ആക്ടിവിറ്റീസ്, ഇത്ര ഡീറ്റെയിൽസ് ആണ് പ്രോപ്പർ ആയിട്ട് മാർജിനൽ കോസ്റ്റിംഗ് വരുന്നത്. ദെൻ നെക്സ്റ്റ് പ്രോസസ് കോസ്റ്റിംഗ് ആണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അതും നന്നായിട്ട് സിലബസ് കവർ ചെയ്യുന്നുണ്ട്. പ്രോസസ് കോസ്റ്റിംഗ്, ഇറ്റ്സ് ആപ്ലിക്കേഷൻ ഇൻ ഡിഫറെന്റ് സിറ്റുവേഷൻ, ഇന്റർ പ്രോസസ് profits, work in progress, then accounting for equivalent production, then standard costing and variance analysis എല്ലാതും കവർ ചെയ്യുന്നുണ്ട്. ദെൻ പിന്നെ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ യൂണിഫോം കോസ്റ്റിംഗ്, ട്രാൻസ്ഫർ പ്രൈസിംഗ് ആപ്ലിക്കേഷൻ, വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ള ഒരു ഏരിയ ആണ് ട്രാൻസ്ഫർ പ്രൈസിംഗ്. കുട്ടികൾക്ക് പലപ്പോഴും കൺഫ്യൂഷൻ വരുന്ന ഒരു ഏരിയ ആണ്. നന്നായിട്ട് ഫോക്കസ് ചെയ്ത് പ്രിപ്പറേഷൻസ് മുന്നോട്ട് കൊണ്ടുപോകണം. ദെൻ പ്രൈസിംഗ് മെത്തേഡ്സ്, കോസ്റ്റ് പ്ലസ് പ്രൈസിംഗ്, ദെൻ പ്രൈസിംഗ് ടു ഏൺ ടാർഗറ്റഡ് പ്രോഫിറ്റ്, ഒരു പർട്ടിക്കുലർ പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, വാരിയബിൾ കോസ്റ്റിംഗ്, ദെൻ CVP analysis, entire details cover ചെയ്യുന്നു. computation of PV ratio, break even point pricing, new product pricing strategy, skimming pricing strategy, penetration strategy, then cost accounting standards നന്നായിട്ട് കവർ ചെയ്യണം, കോസ്റ്റ് അക്കൗണ്ടിങ്ങിന്റെ സ്റ്റാൻഡേർഡ്സ്, then revenue management concept, then enterprise performance management. ഇതൊക്കെ ചിലപ്പോൾ എല്ലാവരും ഇപ്പൊ ഡിഗ്രിക്കോ അല്ലെങ്കിൽ PGക്കോ പഠിച്ചിട്ടുണ്ടാവണമെന്നില്ല, കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് തന്നിട്ടുള്ളതാണ് സിലബസിൽ. then concept of better decision, then business intelligence, strategic map, then driver cost budgeting, customer relationship management, then എന്താണ് enterprise resource planning, തിയറി അല്ലെങ്കിൽ നമുക്ക് തിയറി റിലേറ്റ് ചെയ്തിട്ട് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഏരിയാസ് ആണ് ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ്, ദെൻ ടോട്ടൽ പ്രൊഡക്ടിവിറ്റി മാനേജ്മെന്റ്, ഇതൊക്കെ നമുക്ക് എന്താണ് ഈ പറയുന്ന തിയറി എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. ദെൻ Next, theory of constraint,
then practical application of Pareto analysis, JAT, of learning manufacturing steps, implementation, features, merits, demerits, JAT, then role of JAT, just in time, then increasing profitability, project life cycle costing. നിങ്ങൾ ഒന്ന് നോക്കി നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, ഇതിന്റെ ഡീറ്റെയിൽ അനാലിസിസിലോട്ട് പോയാൽ മനസ്സിലാവും, അത്രത്തോളം എല്ലാ കാര്യങ്ങളും നന്നായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. നമുക്ക് അഡ്വാൻസ്ഡ് കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന ആ പേര് പ്രോപ്പർ ആയിട്ട് അല്ലെങ്കിൽ ഫുൾഫിൽ ചെയ്തിട്ടുള്ളൊരു മൊഡ്യൂൾ തന്നെയാണ് 5th മൊഡ്യൂളിൽ കൊടുത്തിട്ടുള്ളത്. സോ നിങ്ങൾ അത്രത്തോളം ടൈം എടുത്ത് പഠിക്കേണ്ടി വരും. സോ ഈ ഒരു സിലബസ് കവർ ചെയ്യണമെങ്കിൽ നമുക്ക് ഏതൊക്കെ ബുക്സ് ഫോളോ ചെയ്യണം എന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് നോക്കാം. ടെക്സ്റ്റ് ബുക്ക് സജഷനിലോട്ട് പോകുമ്പോൾ ഓൾറെഡി ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു, വളരെ ശ്രദ്ധിച്ച് മാത്രം നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് എടുക്കുക. ബിക്കോസ് ഒരു സാധാരണ ടെക്സ്റ്റ് ബുക്ക് ആണെങ്കിൽ നമ്മുടെ ഈ സിലബസ് പ്രോപ്പർ ആയിട്ട് നമുക്ക് കവർ ചെയ്യാൻ പറ്റില്ല. സോ ഞാനൊരു 3 ടെക്സ്റ്റ് ആണ്, ഇപ്പോൾ അത്രത്തോളം കൂടുതൽ ടെക്സ്റ്റ് ബുക്ക് ഒന്നും സജസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല. നമുക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു 3 ടെക്സ്റ്റ് ആണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. സോ അതിന് തന്നെ കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞിട്ട് MN അറോറയുടെ ഒരു ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. വളരെ യൂസ്ഫുൾ ആണ്, എല്ലാ കാര്യങ്ങളും നന്നായിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. MN അറോറ കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ ടെക്സ്റ്റ് ആണ് MN അറോറ. ഓക്കെ, ദെൻ നെക്സ്റ്റ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് പ്രോപ്പർ ആയിട്ട് കവർ ചെയ്തിട്ടുള്ള ഒരു നല്ല സിമ്പിൾ ആയിട്ട് പ്രസന്റ് ചെയ്തിട്ടുള്ള ഒരു ബുക്കാണ് IM പാണ്ഡെ. എല്ലാവരും അല്ലെങ്കിൽ നിങ്ങൾ കോമൺ ആണെങ്കിലും ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ഫോളോ ചെയ്തിട്ടുള്ള ഒരു ടെക്സ്റ്റ് ആയിരിക്കും IM പാണ്ഡെ. എല്ലാ കാര്യങ്ങളും നന്നായിട്ട് കവർ ചെയ്യുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിനാണെങ്കിൽ ജിനൻ നിരക്കിന്റെ ഒരു ടെക്സ്റ്റ് അവൈലബിൾ ആണ്. നല്ല രീതിയിൽ അഡ്വാൻസ്ഡ് കോസ്റ്റ് അക്കൗണ്ടിങ് പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ അതിൽ കവർ ചെയ്യുന്നുണ്ട്. പ്രോസസ് കോസ്റ്റിംഗ് ആവട്ടെ, നമ്മുടെ സിലബസിൽ കൊടുത്തിട്ടുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് കവർ ചെയ്യുന്നുണ്ട്. സോ ഈ 3 ടെക്സ്റ്റ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മുടെ ഈ സിലബസ് നല്ല രീതിയിൽ കവർ ചെയ്യാൻ പറ്റും. അവിടെ ഒന്നും നമുക്ക് സ്കിപ്പ് ചെയ്യേണ്ടി വരില്ല എന്നുള്ളതാണ്. അപ്പൊ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു, MN അറോറ ഫോർ കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്, ദെൻ മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ പ്രോപ്പർ ആയിട്ട് കവർ ചെയ്യാൻ IM പാണ്ഡെ, ദെൻ കോസ്റ്റ് അക്കൗണ്ടിങ്ങിന് ജനൻ നിരങ്ങിന്റെ ഒരു ടെക്സ്റ്റും നിങ്ങൾക്ക് യൂസ് ചെയ്യാന്നുള്ളതാണ്. സോ ദാറ്റ്സ് അബൌട്ട് ടെക്സ്റ്റ് ബുക്ക് സജഷൻ. മൂവിങ് ടു നെക്സ്റ്റ് സ്റ്റഡി പ്ലാൻ ഡീറ്റെയിൽസിലോട്ട് പോവാണെങ്കിൽ ഈ ഒരു സിലബസ് പ്രോപ്പർ ആയിട്ട് കവർ ചെയ്യാൻ എത്രത്തോളം ടൈം സ്പെൻഡ് ചെയ്യേണ്ടി വരും, ഏതായിരിക്കും ഒരു ബെസ്റ്റ് സ്ട്രാറ്റജി എന്നുള്ളത് നമുക്ക് നോക്കാം. ഓൾറെഡി ഒരു സാധാരണ ഒരു കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് സിലബസ് ആണെങ്കിൽ നോ പ്രോബ്ലം, നമുക്ക് അത്രത്തോളം ടൈം വേണമെന്നില്ല. പക്ഷെ ഇവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പോകണം. അതുകൊണ്ട് തന്നെ ഒരു 45 ഡേയ്സ് സ്റ്റഡി പ്ലാൻ ആണ് ഞാൻ പ്രിഫർ ചെയ്തത്. ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജി നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത് ഒരു 2 hours ഇന്റർവെൽ നിങ്ങളെ പഠിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു 2 മണിക്കൂർ ഒരു സബ്ജക്ട് ഒരു ദിവസം പഠിക്കുകയാണെങ്കിൽ ദെൻ 2 hours കുറച്ച് കഴിഞ്ഞിട്ട് എന്താണ് വേറൊരു സബ്ജക്ട്, അങ്ങനെ ഒരു 2 hours ഒരു ദിവസം നിങ്ങൾ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ ഒരു 45 days ഈസ് ഇനഫ് ഫോർ ഫിനിഷിംഗ് ദിസ് മൊഡ്യൂൾ. അത് മാത്രമല്ല, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ സിലബസിൽ ഉള്ള പ്രോബ്ലംസ്, ഫോർമുലാസ് അതൊക്കെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്കിത് കയ്യിൽ നിൽക്കുള്ളൂ. വെറുതെ സിലബസ് കവർ ചെയ്ത് പോയി പ്രിപ്പറേഷൻസ് കഴിഞ്ഞു എന്ന് പറയരുത്. എല്ലാവരും നിങ്ങളുടെ തലയിൽ നിൽക്കണമെങ്കിൽ നിങ്ങൾ വീണ്ടും വീണ്ടും പ്രാക്ടീസ് ചെയ്യണം. സോ നല്ല രീതിയിൽ ഒരു 45 ദിവസം നിങ്ങൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈസിലി കവർ ചെയ്യാൻ പറ്റുന്നതാണ്. 2 hours ഡെയിലി 2 hours കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന് മാറ്റി വെച്ച് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ഒരു സിലബസ് നമ്മുടെ കൈൻ്റെ ഉള്ളിലേക്ക് നിൽക്കണോ. ഓക്കെ, സോ ദാറ്റ്സ് ദി ബെസ്റ്റ് സ്റ്റഡി പ്ലാൻ 45 days. ഫൈനലി എനിക്ക് പറയാനുള്ളത്, ഓൾറെഡി നമ്മൾ മൊഡ്യൂൾ വൈസ് ഡീറ്റെയിൽസ് ഒക്കെ കണ്ടു കഴിഞ്ഞു. ദെൻ സജസ്റ്റഡ് ബുക്സ് കണ്ടു, ഏതാണ് ഒരു ബെസ്റ്റ് സ്ട്രാറ്റജി ടൈം പ്ലാൻ എന്നുള്ളത് നമ്മൾ കണ്ടു. ദെൻ ഇത് പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്കാണെങ്കിലും ഈ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വേർഷൻസിലൊക്കെ പോകുമ്പോൾ കൺഫ്യൂഷൻ വരാനുള്ള സാധ്യതയുണ്ട്. സോ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഏരിയാസ് ഉണ്ടെങ്കിൽ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ്, നിങ്ങൾ കമന്റ് സെക്ഷനിൽ പറയാം. ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഏരിയ കമന്റ് ചെയ്യാൻ പറഞ്ഞപ്പോൾ പലരും കമന്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ മൊഡ്യൂൾ വൈസ് അനാലിസിസിന് ശേഷം ആ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ ആരും കോച്ചിങ് സെന്ററിലേക്കൊക്കെ പോകുന്ന കുട്ടികളാണെങ്കിൽ കൂടുതൽ കോൺസെൻട്രേഷൻ ഈ പറയുന്ന ഭാഗങ്ങളോട്ടൊക്കെ കൊടുക്കുക എന്നുള്ളതാണ്. അതല്ലാത്ത കുട്ടികൾ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഏരിയാസ് ഉണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യേണ്ട, കമന്റ് ചെയ്യുക. അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോ ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ എല്ലാവർക്കും ഈ പറയുന്ന 5th മൊഡ്യൂളിന്റെ ഡീറ്റെയിൽ അനാലിസിസ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഏതൊക്കെ ബുക്സ് എടുക്കണം, ഏതൊക്കെ രീതിയിൽ നിങ്ങളുടെ സ്ട്രാറ്റജി മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സോ 6th മൊഡ്യൂളിന്റെ ഡീറ്റെയിൽ അനാലിസിസുമായിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം എന്നുള്ള പ്രതീക്ഷയോടെ. This is Kiran CS signing off. Have a nice day. Thank you.